യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാമെന്ന് അമേരിക്ക അറിയിച്ചിട്ടും ഇറാൻ വിടുന്ന മട്ടില്ല. ഇറാന്റെ വ്യോമാതിർത്തി കടന്നു വന്ന ഡ്രോണുകൾ വെടിവെച്ചിട്ടുകൊണ്ടുള്ള പ്രത്യാക്രമണം ഇറാനിൽ നിന്നുണ്ടാകുന്നുണ്ട്. നേരത്തെ ദക്ഷിണ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള പ്രമുഖ രാസവസ്തു ഉൽപാദന കേന്ദ്രമായ അഡാമ പ്ലാന്റ് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് കത്തി നശിച്ചിരുന്നു. ഞായറാഴ്ച നിയോദ് ഹോവാവ് ഇൻഡസ്ട്രിയൽ സോണിലുണ്ടായ ഈ ആക്രമണത്തിൽ പ്ലാന്റിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പ്രദേശം കറുത്ത പുകയാൽ മൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്ലാന്റിലെ രാസവസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പ്രദേശവാസികളോട് പുറത്തിറങ്ങരുത് എന്നും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ഡ്രോണുകൾ വഴിയുള്ള ആക്രമണത്തിന് കോപ്പുകൂട്ടിയത്. ഈ നീക്കമാണ് ഇപ്പോൾ ഇറാൻ തകർത്തത്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള കീടനാശിനികളും രാസവസ്തുക്കളും വൻതോതിൽ നിർമ്മിക്കുന്ന ഇടമായതിനാൽ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകം പടരുമെന്ന ഭീതി പ്രദേശവാസികളെയും അധികൃതരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഏകദേശം 34 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുൻകരുതലുകൾ നടപടിയായി പ്ലാന്റിന് ചുറ്റുമുള്ള 800 മീറ്റർ പ്രദേശം അധികൃതർ സീൽ ചെയ്യുകയും ഹൈവേ 40 ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകൾ താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ നീക്കത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ബാക്കിയായിട്ടാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം അമേരിക്കയുടെ സഹായത്തോടെ നടത്തിയത്. ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ച 3 അമേരിക്കൻ ഇസ്രായേൽ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത്. 2 MQ-9 റീപ്പർ ഡ്രോണുകളും ഒരു ഇസ്രായേലി ഹെർമിസ് 900 ഡ്രോണും തകർത്തതായി ഇറാൻ സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ഷിറാസിന് മുകളിൽ വെച്ചാണ് ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖല ഈ അത്യാധുനിക ഡ്രോണുകളെ കണ്ടെത്തി വെടിവെച്ചിട്ടത്. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാൻ തകർക്കുന്ന ശത്രു ഡ്രോണുകളുടെ ആകെ എണ്ണം ഇതോടെ 154 ഉയർന്നിട്ടുണ്ട്. തകർത്ത ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ ഇറാൻ വാർത്താ ഏജൻസിയായ വാന പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ നിരീക്ഷണ ആക്രമണ ഡ്രോണുകളിൽ ഒന്നാണ് MQ-9 റീപ്പർ. ഒരു MQ-9 ഡ്രോണിന് ഏകദേശം $30 മില്യൺ, അതായത് ഏകദേശം 250 കോടി രൂപ വരും. ഇറാൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതുവരെ തകർക്കപ്പെട്ട ഡ്രോണുകളുടെ ആകെ മൂല്യം പരിശോധിച്ചാൽ അമേരിക്കയ്ക്ക് മാത്രം ഏകദേശം $500 മില്യൺ, അതായത് ഏകദേശം 4100 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഹെർമിസ് 900 ഡ്രോണുകൾ തകരുന്നത് ഇസ്രായേലിനും വലിയ സാമ്പത്തിക സാങ്കേതിക തിരിച്ചടിയാണ് നൽകുന്നത്. ഷിറാസ് നഗരത്തിന് മുകളിൽ അതിക്രമിച്ചു കടന്ന ഡ്രോണുകളെ ഇറാന്റെ സംയുക്ത വ്യോമ പ്രതിരോധ സ്ഥാനത്തിന് കീഴിലുള്ള റഡാർ സംവിധാനങ്ങളാണ് കണ്ടെത്തിയത്. ഇസ്രായേലിന്റെ ഹെർമിസ് 900 ഡ്രോണിനെ നേരിടാൻ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് വികസിപ്പിച്ച പുതിയ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചത്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാനുമാണ് ഈ ഡ്രോണുകൾ അയച്ചതെന്ന് ഇറാൻ ആരോപിക്കുന്നുമുണ്ട്. അത്യാധുനിക ഡ്രോണുകൾ ഓരോന്നായി തകർക്കപ്പെടുന്നത് മേഖലയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ പുതിയ സൈനിക നീക്കമെന്ന് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുമുണ്ട്. അതേസമയം കാര്യമായ പിന്തുണ ഡ്രോൺ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് ഇസ്രായേലിനെ വലയ്ക്കുകയും ചെയ്യുന്നുണ്ട്.